ഇനിയിതാ സുന്നിപ്പടയണിയുടെ തേരാളികളായ താജുൽ ഉലമയോടും ഖമറുൽ ഉലമയോടും സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളോടും സമസ്തയുടെ സമുന്നതരായ മറ്റു പണ്ഡിതന്മാരോടുമൊപ്പം ആദരണീയനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ദഹിക്കുന്നില്ല അല്ലേ? അതെ, നിങ്ങൾക്ക് ദഹിക്കുകയില്ല. അത് ഞങ്ങൾക്കറിയാം. നിങ്ങൾ മറന്നുപോയോ? മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ആരെങ്കിലും യഥാർത്ഥ സമസ്തയോടൊപ്പം വേദി പങ്കിട്ടാൽ നിങ്ങൾ ബഹിഷ്കരണം നടത്തുന്ന ഒരു കാലമുണ്ടായിരുന്നു. മറക്കരുത്. കുറ്റ്യാടി സിറാജുൽ ഹുദയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത കാരണത്താൽ മുസ്ലിം ലീഗ് നേതാവും കൊടുവള്ളി എംഎൽഎയുമായിരുന്ന സി മമ്മൂട്ടിയെ നിങ്ങൾ തടഞ്ഞുവെച്ചു. കാരന്തൂർ മർക്കസിന്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത കാരണത്താൽ മുസ്ലിം ലീഗ് നേതാവും തിരുവമ്പാടി എംഎൽഎയുമായിരുന്ന സി മോയിൻകുട്ടിയെ നിങ്ങൾ ബഹിഷ്കരിച്ചു. പക്ഷേ കാലം മാറി. ഇനി മഹാനായ പാണക്കാട് തങ്ങളെ തടഞ്ഞുവെക്കാനും ബഹിഷ്കരിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണല്ലോ മുജാഹിദ് പുരോഹിതനെ സമീപിച്ചോ രാഷ്ട്രീയക്കാർ അച്ചടിച്ചുവിട്ട പത്രങ്ങളും മാസികകളും ഞങ്ങളുടെ തലയിൽ വെച്ചുകെട്ടി ജനങ്ങളെ കബളിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചതോ? നിങ്ങളുടെ ആ കുൽസിത ശ്രമം കേരള ജനത ഒന്ന് കേൾക്കട്ടെ. എത്ര തോന്നിവാസങ്ങൾ ഇവർ അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ തീർച്ചയായും പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ പാണക്കാട് തങ്ങളെ മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാക്കി എഴുതിയതിന്റെ രേഖ. മുമ്പ് അസ്ഹറിൽ പഠിക്കാൻ പോയി വഴിതെറ്റി വന്ന തങ്ങളെയാണ് ഇന്ന് മുസ്ലിം സമൂഹം ആത്മീയ നേതാവായി ചിത്രീകരിച്ചതെന്ന് ആരോപിക്കാൻ നിങ്ങളുടെ മനസ്സ് അത്ര മലിനമായതുകൊണ്ടല്ലേ കഴിഞ്ഞത്? കേട്ടോ, നിങ്ങൾ ഈ പുസ്തകത്തിൽ കേട്ടോ, ഈ വാരികയിൽ മുസ്ലിംകളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാണക്കാടൻ കള്ളനബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. സുന്നി വേദി എന്ന രാഷ്ട്രീയക്കാർ അച്ചടിച്ചു വിട്ട പത്രവും ഉയർത്തി ജനങ്ങളെ കബളിപ്പിക്കാൻ മുജാഹിദ് പാതിരിമാർ ശ്രമിച്ചു. പക്ഷേ ആ കബളിപ്പിക്കൽ ശ്രമം സുന്നി കേരളത്തിന്റെ ആവേശമായ സംവാദ ഗണ്ണന മുഖാമുഖങ്ങളിലൂടെ അഹ്ലുസുന്നയുടെ അഭിമാന താരമായി മാറിയ പേരോട് ഉസ്താദ് നാദാപുരത്ത് ജനസമക്ഷം തുറന്നുകാട്ടിയതാണ്. ഇനിയിതാ മുജാഹിദ് പാതിരിമാർ നൽകിയ സുന്നി വേദി എന്ന സുന്നി വെടി ഇവിടെ ഒരിക്കൽ കൂടി പൊട്ടുകയാണ്. അസൂയാലുക്കളെ നെട്ടരുത്. തങ്ങന്മാരെ ആലിമീങ്ങളെ ചീത്ത പറയരുത് എപ്പോഴും പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. ഒരിക്കലും ജീവിതത്തിൽ യാതൊരു തങ്ങളുടെ ആലിമിനെ ഇതുവരെ ചീത്ത പറഞ്ഞിട്ടില്ല. ഇപ്പൊ മൂപ്പർക്ക് എന്ത് വേണോ? നമ്മൾ പാണക്കാട് തങ്ങളെ ചീത്ത പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടാവും. അതിനെന്താ ചങ്ങാതി ചെയ്തെന്ന് വെച്ചാല്, ചങ്ങാതി നമ്മളെ ഒരു പ്രസിദ്ധീകരണത്തിലും SVSന്റെതോ SSFന്റെതോ ജമിയത്തുൽ മുഅല്ലിമിന്റെതോ അങ്ങനെ നമ്മൾ ഔദ്യോഗികമായ ഏതെങ്കിലും ഒരു സംഘടനയുടെ ഒരു പത്രവും അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ അയാളെ കയ്യിലില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാല്, രാഷ്ട്രീയക്കാരുടെ ഒരു പത്രം, രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയതും പണ്ട് നാട്ടിക മൂസ മൗലവിയാണ് ആദ്യത്തെ പ്രസിഡന്റ്. പിന്നീട് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത് ആ പാർട്ടിയിൽ. അതിന്റെ പേരാണ് MDP എന്ന് പറയും. അത് ഈ ചെറുപ്പക്കാർ കുട്ടിയൊന്നും അറിയില്ല, കുറെ കൊല്ലം മുമ്പാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം നിങ്ങൾക്കറിയാമോ? 84 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരു MDP എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ അതൊന്നുമില്ലാതെ ഒരു പാർട്ടിയും ഉണ്ടാക്കാതെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ഷെയ്ഖുന AP അബൂബക്കർ മുസ്ലിയാർ, ആ MDP എന്ന് പറയുന്ന ആ
സംഘടന, രാഷ്ട്രീയ സംഘടന. ഞാനുമായിട്ട് വളരെ തെറ്റിയ ഒരു സംഘടനയാണ്. കാരണം അവര് രാഷ്ട്രീയം സുന്നിന്റെ പേരിൽ രാഷ്ട്രീയം പറയുന്നത് കേട്ടിട്ട് അത് സുന്നി കൊണ്ട് നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞാൽ സുന്നത്തിമാരുടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്ന് പറഞ്ഞ് ഞാൻ അവർക്കെതിരെ പ്രസംഗിച്ച് അവസാനം കൂടി അവർ പൊട്ടിപ്പൊളിഞ്ഞപ്പോ ഒരിക്കൽ കോഴിക്കോട്ടെ പ്രസംഗം മർഹൂം MDP എന്ന് പറഞ്ഞു. ഞാൻ ആ MDPന്റെ ആൾക്കാർ അവര് എന്ത് ചെയ്തു, പാണക്കാട് തങ്ങൾക്കെതിരെ ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ കടുത്ത തോന്നിവാസമാണ് അവർ എഴുതിയത്. ആ എഴുതിയത് നമ്മളെ പ്രസിദ്ധീകരണത്തിലാണ്. മൗലവി പറയാണ്, മൗലവി ആദ്യം നിങ്ങളെ പുസ്തകത്തിൽ തരി, പിന്നെ ഒരിക്കൽ പറഞ്ഞ് നിങ്ങളെ മറ്റൊരു പ്രസിദ്ധീകരണത്തിൽ തരി, പിന്നെ പറഞ്ഞ് പുസ്തകത്തിൽ തരി, പിന്നെ പറഞ്ഞ് വാരികയിൽ തരി. കാരണം മൂപ്പർക്ക് എന്താ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ആക്കേണ്ടത് മനസ്സിലാകുന്നില്ല. ഇത് മൂപ്പർക്ക് ഒരിക്കലും എന്റെ പേര് പറഞ്ഞില്ല. പേര് സുന്നി വേദീന. പേര് പറഞ്ഞാലോ ഇത് നമ്മളെല്ലാം എല്ലാവർക്കും മനസ്സിലാവും. ലീഗിന്റെ വിരുദ്ധം ചേരിക്കാരായ ഒരു രാഷ്ട്രീയക്കാരാണ്, ആർക്കും മനസ്സിലാവും. മൂപ്പർ പേര് പറഞ്ഞില്ല. പക്ഷെ മൂപ്പർ ഇങ്ങനെ എടുത്ത് വായിക്കുമ്പോ എന്തായി പറയും, നിങ്ങൾ സ്ക്രീനിൽ സുന്നി വേദിയിൽ നിങ്ങൾ വന്ന് അതൊന്ന് നോക്കോളി നിങ്ങൾ. അതിന്റെ രസം മൂപ്പർ പേര് പറയാണ്ട് വായിക്കുന്നത് വെച്ചാ വായിക്കുന്നത് കേട്ടെ. നിങ്ങൾ എഴുതി വിട്ടതല്ലേ, കേട്ടോളി എല്ലാവരും. ഇനി എന്താ പറഞ്ഞോ, അടുത്ത പ്രസിദ്ധീകരണത്തിൽ നിന്ന് വായിക്കുന്നു. ശരിക്ക് ശ്രദ്ധിച്ചോ. ആരാ തങ്ങന്മാരെ ചീത്ത പറയുന്നത്, ആരാ പാണക്കാട്ടെ തങ്ങളെ ചീത്ത പറഞ്ഞത്? ഞങ്ങളാരും അത് ചീത്ത പറയാൻ പോകാറില്ല. ഞങ്ങൾ ആശയത്തിൽ വിയോജിപ്പുള്ളവരാണ്. ആ ആശയത്തെ ശക്തമായി ചോദ്യം ചെയ്യാറുമുണ്ട്. പക്ഷേ ഞങ്ങൾ ചീത്ത വിളിക്കാറില്ല. കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ, കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ, കേട്ടോ നിങ്ങൾ ഈ പുസ്തകത്തിൽ, കേട്ടോ ഈ വാരികയിൽ മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പാണക്കാടൻ കള്ളനബി മാത്രമാണ്. മുസൈലിമത്തുൽ കദ്ദാബിന്റെ അനുയായിയാണ് അദ്ദേഹം. ഈ തോന്നിവാസം ഈ രാഷ്ട്രീയക്കാരെഴുതിയത് നമ്മളെ തലയിൽ വെച്ചിട്ടാൻ. ഒരിക്കൽ പറയുന്ന പുസ്തകം, ഒരിക്കൽ പറയുന്ന വാരിക, ഒരിക്കൽ പറയുന്നത് അടുത്ത പ്രസിദ്ധീകരണം. എന്തൊരു രസ പറഞ്ഞിട്ടുള്ളത്, എന്തൊരു വർത്താനം പറയുന്നത്.